ഞാനും ദർശനം കൂടി ടൗണിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് കൊറിയറിൻ്റെ ഒരു കോൾ വന്നത്. അപ്പോൾ നമ്മുടെ ചെറുപ്പിലാണ് ഇവർ ഏൽപ്പിക്കാറ്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ അതൊക്കെ വാങ്ങിച്ചു. ടൗണിലെത്തിയപ്പോൾ ഒരു ചെറിയ ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിട്ടോ. കാരണം നല്ല ചൂടല്ല, അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊരു സോഡ സർബത്തൊക്കെ ഞാനും ദർശനം കുടിച്ചു. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള റഹ്മത്ത് റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് ഉള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ. അങ്ങനെ കുറേ നാളായിട്ട് നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചൊരു സംഭവം നമ്മൾ വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ലാപ്ടെക് എഞ്ചിനീയേഴ്സ് എന്നുള്ളൊരു ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ വന്നേക്കുന്നത്. വേറെ ഒന്നുമില്ല, നമ്മളൊരു ചെറിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കേട്ടോ. കാരണം നമുക്കത് അത്യാവശ്യമാണ്, സ്റ്റോറേജിൻ്റെ ഇഷ്യൂസും ഒക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ലാപ്ടോപ്പിൻ്റെ എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ പുതിയ ലാപ്ടോപ്പ് വാങ്ങിക്കുക വെച്ചെങ്കിലും ഈ സെക്കൻഡ്സ് ആണ് നിങ്ങൾ നോക്കണേ വെച്ചെങ്കിൽ അതിനും ഇവിടെ നല്ല ഓപ്ഷനുകളുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ ആയ റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലാപ്ടോപ്പ് നമുക്കിവിടെ കിട്ടും. നമ്മൾ സെക്കൻഡ് ആണ് എടുത്തത്. അടിപൊളി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വല്ല സർവീസിനൊക്കെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ പോവാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ പോണത് ഈ അമ്മേനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതാണ്ട് 5:30 കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അമ്മയുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അമ്മ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മേനെയും കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പോണ വഴിക്ക് കുറ്റിക്കാട്ടൂർ എത്തിയപ്പോൾ അമ്മ കുറേ നാളെ ഈ ഷോപ്പിലേക്ക് പോകണം, ഇവിടെ നല്ല ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ 3 പേര് ഒരുമിച്ച് കിട്ടിയില്ലേ, അല്ലെങ്കിൽ നമ്മൾ ബൈക്കും വെക്കാവും പോവാം. അപ്പോൾ എന്തായാലും ഇവിടെ കയറി കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അമ്മ എപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കണ്ടോ ഒപ്പം ഞാനുണ്ടെങ്കിൽ അമ്മ എനിക്കും ഡ്രസ്സ് എടുത്ത് തരാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ഡ്രസ്സ് അമ്മയ്ക്ക് കാണിച്ചു, പക്ഷേ എനിക്കൊന്നും സെറ്റായില്ല. അമ്മ 2 ടോപ്പൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇതേ അപ്സ്റ്റെയറൊക്കെ പോയി എനിക്ക് ജീൻസിക്കൊക്കെ പറ്റിയ മറ്റേ കുറച്ചും കൂടി ലെങ്ത്തുള്ള ടോപ്പുകൾ നോക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ പൂവാട്ടുപറമ്പ് എത്തിയപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാൻ കയറിട്ടോ. നമ്മൾ മിക്കതും ഈ ഷോപ്പിൽ തന്നെയായിട്ട് ജ്യൂസ് കുടിക്കാറ്. അപ്പോൾ ആദർശേട്ടൻ്റെ ABC ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ചിക്കു ഷേക്ക് ആട്ടോ കുടിച്ചത്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും അതാണ് കഴിക്കാറ്. പിന്നെ ഒരു കട്ട്ലൈറ്റൊക്കെ ഒഴിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു ചായയൊക്കെ കുടിച്ച് പോകാമെന്ന്. അപ്പോൾ അമ്മ ചായ കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് ഷേക്ക് മതി പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ നേരെ അമ്മയ്ക്ക് ഒരു ലൈനിങ് തുണി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് കയറി കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോകണ വഴിക്ക് നമുക്ക് ചിക്കനും പിന്നെ പാർട്സൊക്കെ ആദർശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് സംഭവം. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങണം, കറി വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് പൊരിഞ്ഞ പണിയിലാണ്. അമ്മയും ആദർശേട്ടനും കൂടിയിട്ട് പാർട്സ് വൃത്തിയാക്കാൻ നല്ല കഷ്ടപ്പാടുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അത് ക്ലീൻ ചെയ്ത് തന്നു. അപ്പോൾ ഞാനാണ് ഉണ്ടാക്കണത്. ഒട്ട പാർട്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാതെ നന്നായി സൂക്ഷിച്ചിട്ടാണ് ഇവർ 2 പേരും കൂടി ചെയ്യുന്നത്. പിന്നെ ഇതാ ഞാൻ സബോളയൊക്കെ വാട്ടി പിന്നെ തേങ്ങാപ്പാൽ വേണം, അത് ഒഴിച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുത്തു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി ഒതുക്കി കേട്ടോ. എന്തുട്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചപ്പാത്തി ചുട്ട ഇവിടെ റെഡി ആവാറില്ല, പേപ്പർ പോലെയോ കേട്ടോ. പിന്നെ അമ്മ ചുട്ടാലാണ് ഇവിടെ റെഡി ആവുക. അങ്ങനെ അമ്മ ചപ്പാത്തിയൊക്കെ ചുട്ടു. പിന്നെ ഞങ്ങൾ കറിയൊക്കെ സെറ്റാക്കി പിന്നെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഞാൻ വെച്ചോണ്ട് ഞാൻ പൊക്കി പറയാനൊന്നും വിചാരിക്കരുത്. പാർട്സ് കറി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.